ഇതൊരു അവയർനെസ് വീഡിയോ ആണ്. ഞാൻ നിങ്ങളെ വാട്സപ്പ് ഹാക്ക് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. നമ്മുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. അതായത് വാട്സപ്പ് നമ്മുടെ അഡീഷണൽ ആയിട്ട് ഒന്നും കൂടി ഉപയോഗം കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്തൊരു ഫീച്ചറാണ് വാട്സപ്പ് വെബ്. അതായത് നമ്മുടെ വാട്സപ്പ് വേറെ നമ്മൾ അതർ ഡിവൈസിൽ നമ്മുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഏതിലെങ്കിലും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സപ്പ് നൽകിയിട്ടുള്ള ഒരു ഫീച്ചറാണ് വാട്സപ്പ് വെബ് എന്നുള്ള ഒരു ഫീച്ചർ, വാട്സപ്പിലുള്ള ഒരു ഫീച്ചർ. പക്ഷെ ആ ഒരു ഫീച്ചറാണ് ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടൽ. നമ്മുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും കുറച്ച് സമയത്തേക്ക് ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ ആ വാട്സപ്പ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസുകളുണ്ട്, അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിൽ വാട്സപ്പിന്റെ വെബ്സൈറ്റ് ഉണ്ട്. നമ്മുടെ ഫോണിൽ ജസ്റ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെസ്സേജുകൾ മുഴുവനും വളരെ കൂളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അതേപോലെ തന്നെ വേറെ ആൾക്ക് ഇരുന്നിട്ട് വ്യൂ ചെയ്യാനും പറ്റും, അവിടെ മെസ്സേജ് എഡിറ്റ് ചെയ്യാനും പറ്റും, അവർക്ക് മെസ്സേജ് അയക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു സംഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു അവയർനെസ്സിന് വേണ്ടിയിട്ട് പറയാണ്. എല്ലാവരും നമ്മുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഓരോരുത്തരും അവരുടെ ഫോണിൽ ജസ്റ്റ് ചെക്ക് ചെയ്യേണ്ട വിധം ഇങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് 3 ഡോട്ട് കാണാൻ പറ്റും. അതിൽ ലിങ്ക്ഡ് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതിപ്പോൾ പുതിയ വാട്സപ്പിൻ്റെ അപ്ഡേഷൻ ലിങ്കിനായിരിക്കും കാണുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പ് വെബ് എന്നുള്ള ഫീച്ചർ ആയിരിക്കും ഉണ്ടാവാറുള്ളത്. വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്തവരിൽ ലിങ്ക്ഡ് ഡിവൈസ് എന്നായിരിക്കും കാണല്. അങ്ങനെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ലാസ്റ്റ് ആക്റ്റീവ് 9 ഫെബ്രുവരി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അർത്ഥം നമ്മുടെ വാട്സപ്പ് വേറെ ഏതോ ഒരു ഡിവൈസുമായിട്ട് ലിങ്ക്ഡ് ആണ് എന്നാണ്. അതായത് ഇതേപോലെ നമുക്ക് വീണ്ടും വീണ്ടും ലിങ്ക് ചെയ്യാനൊക്കെ പറ്റും. ഇത് പിന്നെ ഓൾറെഡി ലിങ്ക് ചെയ്ത് വെച്ചതാണ്. എൻ്റെ ഫോൺ ഞാൻ എൻ്റെ ലാപ്ടോപ്പുമായിട്ട് ലിങ്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതേപോലെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ വാട്സപ്പ് ഹാക്കഡ് ആണ്. നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹാക്കഡ് എന്ന് പറയും. നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിങ്ക് ചെയ്ത് വെച്ചിരിക്കണം. അത് നമുക്ക് ഒഴിവാക്കാനുള്ള ഓപ്ഷൻ ആ ഗൂഗിൾ ക്രോം എന്നുള്ള, അതായത് ഇതിപ്പോൾ നിങ്ങൾ മൊബൈലിൽ ആപ്ലിക്കേഷനിലാണെന്നുണ്ടെങ്കിൽ ആ മൊബൈൽ ആൻഡ്രോയിഡ് ക്രോം OS എന്ന് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഫോൺ വേറൊരാൾ ഇരുന്നിട്ട് വ്യൂ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ കാണിക്കും. ഇതേപോലെ ഗൂഗിൾ ക്രോം ലോഗ് ഔട്ട് ചെയ്യാനെന്നൊക്കെ പറഞ്ഞിട്ട് മുകളിൽ ഡീറ്റെയിൽ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ആ ഗൂഗിൾ ക്രോമിൽ ക്ലിക്ക് ചെയ്യുക, ഉണ്ടല്ലേ ലോഗ് ഔട്ട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ലോഗ് ഔട്ടായി. ഇനി അവർക്ക് അവിടെ നിന്ന് വാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ശ്രദ്ധിക്കുക. നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക, റൈറ്റിൽ മുകളിൽ ലിങ്ക്ഡ് ഡിവൈസിൽ പോയാൽ ഇപ്പോൾ ഉണ്ടോ, അപ്പോൾ ലിങ്ക്ഡ് ഡിവൈസ് അടിയിൽ വേറെ ഒന്നുമില്ല, വേറെ ഒന്നും എഴുതി കാണിക്കുന്നൊന്നുമില്ല. അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഈ വാട്സപ്പ് സേഫ്റ്റിയാണ്. ഇതിൽ വേറെ ഏതെങ്കിലും ഒരു ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തിട്ടൊന്നുമില്ല. വാട്സപ്പ് എങ്ങനെയാണ് ഹാക്ക് ചെയ്യപ്പെടുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ. ഹാക്ക് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. ദുരുപയോഗം ചെയ്യരുത്. ഇത് വാട്സപ്പ് തന്നെ ഒഫീഷ്യലായിട്ട് ഇറക്കിയിട്ടുള്ള ഫീച്ചറാണ്. പക്ഷേ ഇത് ഇങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ എടുത്ത അതേ ഫോൺ തന്നെ കണ്ടില്ല, ലിങ്ക്ഡ് ഡിവൈസ് ഇപ്പോൾ അവിടെ ഒന്നുമില്ല. ഇതിൻ്റെ അർത്ഥം എന്താ? ഇത് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടില്ല. ഇത് ലിങ്ക്ഡ് അല്ല, വേറൊരു ഫോണായിട്ടോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഒന്നിനായിട്ട് ലിങ്ക്ഡ് അല്ല. ഇപ്പോൾ എനിക്ക് ലിങ്ക് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരാളെ കയ്യിൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് പറഞ്ഞത്. ലിങ്ക് ഡിവൈസ് നമ്മൾ പിൻകോഡ് അടിച്ചു കഴിഞ്ഞാൽ കണ്ടില്ല, ക്യാമറ ഓപ്പൺ ആയിട്ടുണ്ട്. അതർ ഫോണിൽ web.whatsapp.com എന്ന് അടിച്ചു കഴിഞ്ഞാൽ, അതായത് ഒഫീഷ്യൽ ഗൂഗിൾ ക്രോമിൽ web.whatsapp.com എന്ന് അടിച്ചു കഴിഞ്ഞാൽ, എന്നിട്ട് റൈറ്റിൽ മുകളിലുള്ള ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു QR സ്കാനർ കാണിക്കും. ഉണ്ടല്ലേ? ഇത്ര പണിയുള്ളൂ. മറ്റൊരുത്ത് ക്യാമറ ഓൺ ആയിട്ടുണ്ട്. ആ ക്യാമറൻ്റെ നേരെ ഈ ഒരു QR സ്കാനർ കാണിച്ചു കഴിഞ്ഞാൽ ലോഗിൻ. അതിൻ്റെ അർത്ഥം എന്താ? ഈ ഫോണിലുള്ള വാട്സപ്പിലുള്ള മുഴുവൻ ഡാറ്റയും ഇനി വേറൊരു സ്ഥലത്ത് വേറൊരാൾക്ക് ഇരുന്നിട്ട് കാണാൻ പറ്റും. ഇത് ലോഡ് ആകുന്നുണ്ട്, കണ്ടില്ലേ? ആ വാട്സപ്പിലുള്ള മുഴുവൻ ഡാറ്റയും ഇവിടെ കാണുന്നുണ്ട്. ചാറ്റ് ചെയ്ത മെസ്സേജുകളും എല്ലാം കാണാൻ കഴിയുന്നുണ്ട്. സൂം ആവണില്ല സംഭവം. എല്ലാ മെസ്സേജും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മറ്റേ ഫോണിലുള്ള അവസ്ഥ എന്താ? മറ്റേ ഫോണിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടില്ലേ, ഗൂഗിൾ ക്രോം ലിനക്സ്, അതായത് ആക്റ്റീവാണ്. ഇപ്പോൾ നമ്മൾ വാട്സപ്പ് വേറൊരാൾ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങളെ ഫോണിൽ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ ആ ലോഗ് ഔട്ടിൽ അല്ല, ആ ഗൂഗിൾ ആ എഴുതി കാണിക്കുന്നതുണ്ടല്ലോ ആക്റ്റീവ് അല്ലെങ്കിൽ ലാസ്റ്റ് സീന്, അതിൽ ക്ലിക്ക് ചെയ്യുക, ലോഗ് ഔട്ട് ചെയ്യുക. അതാണ് സേഫ് ആവും. ഇത് നമ്മുടെ കയ്യിൽ തന്നെയാണ് കാര്യങ്ങൾ. നമ്മളെ ഫോണിൽ നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ,
ഇന്ന് ഞാൻ ആ സമയത്ത് അറ്റ് എ ടൈമിൽ വേറെ കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഡിവൈസിൽ നിന്ന് ലോഗൗട്ട് ആയി പോവുകയും ചെയ്തു. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇത് എല്ലാവർക്കും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. ഇത്ര വിശദമായിട്ട് ചിലപ്പോൾ പറയാറില്ല ആരും, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നുള്ളൂ. ഓക്കെ, താങ്ക് യു.